നിങ്ങൾ ഈ മാപ്പ് കണ്ടോ? ഇത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കൊളനൈസ് ചെയ്തപ്പോൾ ഉള്ള മാപ്പാണ്. ബട്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് യുഎസിലുണ്ടായിരുന്ന ബ്രിട്ടീഷ് കോളനികളാണ്. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ വന്ന് കൊളനൈസ് ചെയ്തിട്ട് ഇവിടുത്തെ വിഭവങ്ങൾ ഇവിടെ നിന്ന് ഊറ്റി ബ്രിട്ടീഷ് രാജ്യത്തിലേക്ക് അയക്കുകയായിരുന്നു. ആൻഡ് അവരവസാനം കൊളനൈസേഷൻ നിർത്തി അവിടുന്ന് പോയി. എന്നാൽ അമേരിക്കയുടെ കാര്യം വരുമ്പോൾ നേരെ തിരിച്ചാണ്. അമേരിക്കയിൽ ബ്രിട്ടീഷുകാർ വന്ന് കോളനി ഉണ്ടാക്കിയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളെല്ലാം അടിച്ചോടിച്ച് അവിടുത്തെ ആളുകളെ ഉന്മൂലനം ചെയ്ത് ഇത് ഞങ്ങളുടെ ഒരു രാജ്യമാണെന്ന് പറഞ്ഞൊരു അമേരിക്ക എന്നൊരു രാജ്യം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള കൊളനൈസേഷനെ നമ്മൾ രണ്ട് പേരാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ കേസിലുള്ള കൊളനൈസേഷനെ നമ്മൾ വിളിക്കുന്നത് എക്സ്ട്രാക്റ്റീവ് കൊളനൈസേഷൻ എന്നാണ്. അതായത് അവിടെ പോയി വിഭവങ്ങൾ എക്സ്ട്രാക്ട് ചെയ്ത് മാതൃരാജ്യത്ത് കൊടുക്കുന്നു. അമേരിക്ക പോലുള്ള കൊളനൈസേഷനെ നമ്മൾ പറയുന്നത് സെറ്റിലർ കൊളനൈസേഷൻ എന്നാണ്. അതായത് വെളിയിൽ നിന്ന് ഗ്രൂപ്പ് ആളുകൾ വരുന്നു, അവിടെ കുറേ വർഷങ്ങളായിട്ട് താമസിക്കുന്ന മനുഷ്യരെല്ലാം അടിച്ചോടിച്ച് ഉന്മൂലനം ചെയ്ത് ഭൂമി തട്ടിപ്പറിച്ച് ലാൻഡെല്ലാം നമ്മുടേതാക്കി അത് ഞങ്ങളുടെ രാജ്യമാക്കി മാറ്റുന്നു. ആധുനിക യുഗത്തിൽ നമുക്ക് ഇങ്ങനെ സെറ്റിലർ കോളനീസ് ആയിട്ട് കാണാൻ പറ്റുന്നത് അമേരിക്ക, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇസ്രായേൽ എന്നിവയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇസ്രായേലിനെ പറ്റിയുള്ള ഒരു സീരീസ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഗോ വാച്ച് ആൻഡ് കമൻറ്റ് യുവർ ഒപ്പീനിയൻസ്.